എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്ക് വളരെ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചാൽ നമ്മളാരും അത്ര ഹാപ്പി അല്ല അല്ലേ? വളരെ സംതൃപ്തിയോടെ ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് ഹാപ്പിയാകുന്നത്. പക്ഷെ പലപ്പോഴും അത്ര സംതൃപ്തിയോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് കാര്യം. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട് അല്ലേ? അതുപോലെ തന്നെ കുറേ ആഗ്രഹങ്ങളും. ഈ പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ് പലപ്പോഴും നമ്മുടെ സംതൃപ്തി ഇല്ലാതാക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വിട്ടൊഴിയാനും നമുക്ക് സാധിക്കുകയില്ല. ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്. പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ കുറേ കടങ്ങളുണ്ട്, കുറേ ബാധ്യതകളുണ്ട്. പിന്നെ ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ എത്തിയാൽ നമ്മുടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയക്കണ്ടേ? അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. അതൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ തന്നെയാണ് അല്ലേ? കാരണം വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ അതൊക്കെ വലിയ ബാധ്യതകളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ പ്രശ്നങ്ങളിലേക്ക് വഴിമാറുന്ന ഘടകങ്ങളാണ്. പിന്നെ ആഗ്രഹങ്ങൾ, നമുക്കൊരു സ്ഥലം വാങ്ങിക്കണം, ഒരു വീട് വെക്കണം, ഒരു വാഹനം വാങ്ങിക്കണം, അതുപോലെ തന്നെ നല്ലൊരു ജോലി നേടണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. ഇതൊന്നും അത്യാഗ്രഹങ്ങളൊന്നുമല്ല, ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹങ്ങളാണ്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൂടിയാണ് അല്ലേ? ഇതൊക്കെ നേടിയെടുക്കാൻ കഴിയുമ്പോഴാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അയാൾക്ക് സന്തോഷത്തോടെയും സംതൃപ്തിയോടെയൊക്കെ ജീവിതത്തെ നേരിടാൻ പറ്റുന്നത്. എന്നാൽ ഇതൊന്നും കൃത്യമായിട്ട് നമുക്ക് നേടിയെടുക്കുവാനോ സാധിച്ചെടുക്കുവാനോ കഴിയാറില്ല എന്നുള്ളത് ഒരു വസ്തുതയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കുക എന്ന ഒരു വലിയ ചോദ്യമാണ് നമ്മുടെയൊക്കെ മുന്നിലുള്ളത് അല്ലേ? അതിനുവേണ്ടിയുള്ള ഓട്ടമത്സരത്തിലാണ്. നമുക്കൊരു സ്ഥലം വാങ്ങിക്കണം, വീട് വെക്കണം, ഒരു നല്ല ജോലി നേടണം, ഒരു വാഹനം വാങ്ങിക്കണം, കുറച്ച് കടങ്ങളും ബാധ്യതകളൊക്കെ ഉണ്ട്, അതൊക്കെ തീർക്കണം, ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതൊക്കെ ജീവിതത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതൊക്കെ മറികടക്കാൻ ഒരുപാട് ആലോചിച്ച് നോക്കിയപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരൊറ്റ വഴിയാണ്. നമ്മൾ സാമ്പത്തികമായിട്ട് വളരുക, നിലവിലുള്ള നമ്മുടെ വരുമാനം കൂട്ടുക. അതാണ് ജീവിതത്തിൽ ഹാപ്പിനെസ് ബിൽഡ് ചെയ്യാനും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ, ഞാൻ പറയുന്നത് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയ ആളുകളുടെ കാര്യമല്ല കേട്ടോ. അങ്ങനെ ഒരു ചെറിയ പെർസെൻറ്റേജ് ആളുകളെ സംബന്ധിച്ച് ഇതൊന്നും അവർക്ക് വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ സംബന്ധിച്ച്, മിഡിൽ ക്ലാസ് ഫാമിലികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ പൂർത്തീകരണത്തിൽ നിന്നാണ് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഉണ്ടാവുന്നത് അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ പെടും അല്ലേ? കടങ്ങൾ, ബാധ്യതകൾ, ചില ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ തീർക്കുക, ചെറിയ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നേടിയെടുക്കുക. അപ്പോൾ തന്നെ ജീവിതം ഒരുപാടേറെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും സംതൃപ്തിയിലേക്കും കൊണ്ടുചെന്നെത്തിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമ്മൾ വളരേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പണമല്ലേ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന പണം തികയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു 20,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 25,000 രൂപയുടെ ചിലവ് നമുക്കുണ്ട്. 30,000 രൂപ കിട്ടുമ്പോൾ 40,000 രൂപയുടെ ചിലവ് നമുക്കുണ്ട്. അപ്പോൾ വരുമാനം കുറവും ചിലവ് കൂടുതലുമാണ് എന്ന അവസ്ഥയാണ് ഒട്ടുമിക്ക ആളുകളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ നമുക്ക് ആകെ ചെയ്യാനുള്ളത് വരുമാനം കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. വരുമാനം കൂട്ടിയേ പറ്റൂ. അതിന് നമ്മുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ തീർച്ചയായിട്ടുമുണ്ട്. നിലവിലുള്ള വരുമാനം പര്യാപ്തമല്ലെങ്കിൽ പുതിയൊരു ജോലി കണ്ടെത്തുക, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യം നിലവിലുള്ള ജോലിയോടൊപ്പം നമ്മൾ ചെയ്യാൻ സന്നദ്ധരാവുക. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളി ഒരു പുതിയ ജോലി ചെയ്യാൻ തയ്യാറാവുക. ഇങ്ങനെ സപ്പോർട്ടീവായിട്ട് പുതിയ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു പദ്ധതി നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പുരോഗതിയും മാറ്റങ്ങളും ഉണ്ടാവുകയുള്ളൂ. അതിലപ്പുറം നിലവിലുള്ള വരുമാനം പര്യാപ്തമല്ല എന്നറിഞ്ഞുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയാണ് ചെയ്യുക. ഒരുപക്ഷെ പലപ്പോഴും ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ചും ഒരു വീട് വയ്ക്കാൻ പറ്റാറുണ്ട്, ഒരു സ്ഥലം വാങ്ങിക്കാൻ പറ്റാറുണ്ട്, ഒരു വാഹനം വാങ്ങിക്കാൻ പറ്റാറുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റാറുണ്ട്. പക്ഷേ ആഗ്രഹങ്ങൾക്കപ്പുറം അത് കൃത്യമായിട്ട് അവർക്ക് ആസ്വദിക്കാൻ പറ്റാറില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ. കാരണം എന്താണ്? ഇതൊക്കെ ഒരു ലോണിൻ്റെയോ മറ്റ് ആരുടെയെങ്കിലുമൊക്കെ സഹായത്തിൻ്റെയോ പിൻബലത്തിലാണ് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്.
ഇത് വലിയ ബാധ്യതയാണ്. ഓരോ മാസവും അടയ്ക്കേണ്ട പണം തന്നെ വലിയ ഒരു എമൗണ്ട് ഉണ്ടാവും. ഇത് കൃത്യമായിട്ട് അടക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആഗ്രഹങ്ങൾ നേടിയെടുക്കുമ്പോഴും നമുക്കത് ആസ്വദിക്കാൻ കഴിയാറില്ല എന്ന സങ്കടകരമായ അവസ്ഥയുണ്ട്. ഇതിനെ നമുക്ക് ചെയ്യാനുള്ളത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വരുമാനം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സാധ്യമാണോ അല്ലയോ എന്നുള്ളതിനൊന്നും ഇവിടെ വിഷയമില്ല. സമാധാനത്തോടെ സംതൃപ്തിയോടെ നിങ്ങൾക്ക് ജീവിക്കണം, നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിലവിലുള്ള വരുമാനം നമ്മൾ കൂട്ടുക. അതിനേതൊക്കെ വഴികളിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുക. നമുക്ക് പറ്റിയ ഒരുപാട് അവസരങ്ങളുണ്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്ന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ. ഒരുപക്ഷെ എനിക്കത് പറഞ്ഞു തരാൻ സാധിക്കുമോ എന്നറിയില്ല. പക്ഷേ ഈ കരിയർ ഡെവലപ്മെന്റ് ട്രെയിനിങ് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. അത് മാത്രവുമല്ല, നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ഒരുപാട് ഐഡിയാസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. ഇതിലേതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ അത് വലിയ മാറ്റങ്ങളല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റിലും കുറേ അവസരങ്ങളുണ്ട്. സാമ്പത്തികമായിട്ടൊക്കെ പുതിയ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് അവസരങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റിലുമുണ്ട്. ആ അവസരങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു പരിശ്രമം ഉണ്ടായിരിക്കണം, ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം, അതിനുള്ള തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ നമുക്ക് ഉണ്ടാവണം. അപ്പോഴേ അതൊക്കെ സാധ്യമാവുകയുള്ളൂ. മറിച്ച് നമുക്ക് നിലവിലുള്ള സാഹചര്യത്തോടൊപ്പം ഇങ്ങനെ യാന്ത്രികമായിട്ട് ഒഴുകാൻ നിന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു മാറ്റം, പുരോഗതി ഉണ്ടാവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാവുക. നിലവിലുള്ള സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുകളെ ഒന്ന് പൊളിച്ചെഴുതി കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ ഏകദേശം 80% പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം പണമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ആ തിരിച്ചറിവിൽ നിന്ന് നമ്മുടെ സാമ്പത്തികമായ ചുറ്റുപാട് വലുതാക്കണമെന്ന ചിന്തയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക. അപ്പോഴാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അത് ജീവിതത്തിൽ ഒരു പരിധി വരെ നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ കൊണ്ടുവരുമെന്നുള്ളതാണ്. ഒരു പരിധിവരെ എന്ന് ഞാൻ പറയാൻ കാരണം എല്ലാ പ്രശ്നങ്ങളെയും വിട്ടൊഴിഞ്ഞുകൊണ്ടുള്ള യാത്ര ജീവിതത്തിൽ പ്രാക്ടിക്കൽ അല്ല, പ്രായോഗികമല്ല എന്ന് തിരിച്ചറിയുക. പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു മലയുടെ മുകളിൽ നിന്ന് അരിച്ചിറങ്ങുന്ന നീരുറവ് പോലെയാണ്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിന് ചില സമയത്ത് തീവ്രത കൂടുതലായിരിക്കും, ചില സമയത്ത് തീവ്രത കുറവായിരിക്കും. പക്ഷേ അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പുതിയ പ്രശ്നങ്ങളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതല്ല നമ്മുടെ പ്രശ്നം. നിലവിലുള്ള പ്രശ്നങ്ങളോടൊപ്പം അതിനെ പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക്. പിന്നെ എങ്ങനെയാണ് കടന്നു വരുന്ന പുതിയ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാനാവുക? നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് അവസാനിപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനാത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനൊരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. നമുക്ക് കടങ്ങളോ ബാധ്യതകളോ ഉണ്ടെങ്കിൽ അത് തിരുക്കുവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വരുമാനം കൂട്ടുക എന്നത് മാത്രമാണ് അതിനുള്ള പ്രതിവിധി. നിങ്ങളുടെ സാമ്പത്തികമായ ചുറ്റുപാട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതം സക്സസ്ഫുള്ളായി എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടാനും പറ്റും. പക്ഷേ എങ്ങനെ പണമുണ്ടാക്കണം എന്നുള്ളത് അത് നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ട വഴികളാണ്. കാരണം ഓരോരുത്തരുടെയും സാധ്യതകളും സാഹചര്യങ്ങളും അവസരങ്ങളും വ്യത്യസ്തമാണ്. അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ മുന്നിലുള്ള അവസരത്തെ, സാധ്യതകളെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇറങ്ങാനുള്ള പലപ്പോഴും ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. അവസരങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അത് തുടങ്ങാനോ അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു മനസ്സ് നമുക്കില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ആത്മവിശ്വാസത്തോടെ ആ അവസരത്തിലേക്ക് ഇറങ്ങുക, നമ്മുടെ സാമ്പത്തിക ചുറ്റുപാട് വളർത്തിയെടുക്കുക. ഏത് മുഖേന ആയാലും നിലവിലുള്ള സാമ്പത്തിക ചുറ്റുപാട് എന്താണോ അതിൽ നിന്ന് മാറ്റമുണ്ടാക്കാൻ എപ്പോഴും നമ്മൾ തയ്യാറാവുക. ജീവിതം വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതോടൊപ്പം പറയാനുള്ളത്, ഒരു സുപ്രഭാതം കൊണ്ട് ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കാമെന്നൊന്നും നമ്മൾ കരുതിയേക്കരുത്. സമയമെടുക്കും, കുറച്ച് നാളുകളെടുക്കും, കുറച്ച് കാലങ്ങളെടുക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മെല്ലെ മെല്ലെ ജീവിതത്തെ പടുത്തുയർത്തുക. സാമ്പത്തികമായിട്ടുള്ളൊരു ഗ്രോത്ത് മെല്ലെ മെല്ലെ ഉണ്ടാക്കിയെടുക്കുക. 1ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ 10ാമത്തെ സ്റ്റെപ്പിലേക്ക് ചവിട്ടാൻ നിൽക്കണ്ട. വെറും 10,000 രൂപയിൽ നിന്ന് 1 കോടി ഉണ്ടാക്കണം നാളെ തന്നെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. മെല്ലെ മെല്ലെ നമ്മളത് പടുത്തുയർത്തുക എന്നുള്ളതാണ്. മെല്ലെ മെല്ലെ പടുത്തുയർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗ്രാഫ് മെല്ലെ മെല്ലെ ഉയർന്നു വരികയും ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാവുകയും കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാവുകയും അത് കുറെ കൂടി ശക്തമായിട്ട് മുന്നോട്ട് നയിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും.
അതുകൊണ്ട് മെല്ലെ മെല്ലെ വളരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും അതിന് കഴിയട്ടെ. പണമുണ്ടാക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിങ്ങൾ കാണുക. അതുണ്ടാക്കാനുള്ള സാഹചര്യങ്ങളിലേക്കും അവസരങ്ങളിലേക്കും സാധ്യതകളിലേക്കും നമുക്ക് ഓരോരുത്തർക്കും എത്തിപ്പെടാൻ പറ്റിയാൽ ജീവിതം സുന്ദരമായിട്ടുള്ള ഒരു യാത്രയാക്കിയിട്ട് പിന്നീട് അങ്ങോട്ട് നമുക്ക് മാറ്റിയെഴുതാൻ കഴിയും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.